ഫിഫ ലോകകപ്പിലെ പുതിയ ചാമ്പ്യന്മാരെ അറിയാൻ ഇനി 2 നാൾ. ഞായറാഴ്ചയാണ് അർജന്റീന സ്പെയിൻ ആ സൂപ്പർ ഫൈനൽ. ഫ്രാൻസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ നാളെയും നടക്കും. ലോകം വീണ്ടും ഒരു മത്സരത്തിലേക്ക് കണ്ണും കാതും കൂർപ്പിക്കുകയാണ്. കോടിക്കണക്കിന് ഹൃദയമിടിപ്പുകൾ ഒരൊറ്റ താളത്തിലേക്ക് ചുരുങ്ങുന്നു. ഒരു വശത്ത് ഖത്തറിൽ വെട്ടിപ്പിടിച്ചത് കാക്കാൻ നെഞ്ചുറപ്പോടെ നിൽക്കുന്ന നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീന, മറുവശത്ത് ലോക ഫുട്ബോളിന്റെ അമരത്തേക്ക് തിരിച്ചെത്താൻ സ്പെയിൻ. കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് സ്കലോണിയുടെ പട്ടാളം 7ാം ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. തുടർച്ചയായ 2ാമത്തെ കലാശപ്പോര്. സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും ആത്മവിശ്വാസം കൈവിടാതെ തിരിച്ചടിക്കുന്ന നിശ്ചയദാർഢ്യം. ക്യാപ്റ്റൻ ലിയോണൽ മെസ്സി തന്നെയാണ് ടീമിന്റെ തലച്ചോറും ഹൃദയവും. ഗോളടിക്കുന്ന മെസ്സിയെ പൂട്ടിയാൽ ഗോൾ അടിപ്പിക്കുന്ന മെസ്സി ഉണരും. ഒരു ജയമകലെ അർജന്റീനയെ കാത്തിരിക്കുന്നത് ലോക കിരീടം നിലനിർത്തുകയെന്ന ചരിത്ര നേട്ടം. മറുവശത്ത് സ്പെയിൻ ഈ ലോകകപ്പിലുടനീളം കാഴ്ചവെച്ചത് അതിവേഗ പാസിംഗും കൃത്യമായ പൊസഷൻ ഫുട്ബോളും. ഏത് പ്രതിരോധവും വിറപ്പിക്കാൻ കെൽപ്പുണ്ടെന്ന ഫ്രഞ്ച് പടയുടെ ആത്മവിശ്വാസത്തെ തകർത്തെറിഞ്ഞാണ് ഫൈനൽ എൻട്രി. ടൂർണമെന്റിൽ ഒരു ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധമാണ് കരുത്ത്. റോഡ്രി നയിക്കുന്ന മധ്യനിരയാണ് ടീമിന്റെ എഞ്ചിൻ. 2010 ശേഷം ഒരു കിരീടമാണ് ലക്ഷ്യം. ലിയോണൽ മെസ്സിയും ലെമീൻ യമാലും തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഫൈനൽ. കാലത്തിന്റെ പ്രവാഹത്തിൽ എല്ലാം നേടിയ ഫുട്ബോൾ മിശിഹയും ആ മിശിഹയുടെ പിൻഗാമിയെന്ന് ലോകം വിധിയെഴുതിയ പ്രവാചകനും തമ്മിലുള്ള പോരാട്ടം. കാത്തിരിക്കുക 2 നാളുകൾക്കപ്പുറമുള്ള വിധിയെഴുത്തിനായി. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.